ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു. എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ. പ്രാർത്ഥി ചുമ്മാ. അപ്പോൾ ഇന്നത്തെ ചെറിയ ഒരു ബ്ലോഗിലേക്ക് ഗ്യാസ് ഓഫാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ രാത്രിയാകുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് പോകുന്ന ഉമ്മ? ഇവിടെ ഉണ്ട്. ഇവിടെ രാത്രി കിച്ചൺ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഗ്യാസ് കുറ്റിയും ഓഫ് ചെയ്തിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾക്കുള്ള പാലായതുകൊണ്ട് ഞാനിപ്പോൾ കടിച്ചൊക്കെ മുറിച്ച് ആരെങ്കിലും വരുമ്പോൾ കട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് എനിക്ക് ചെറിയൊരു പണി കിട്ടിയ ദിവസമാണ്. പണി കിട്ടിയതെന്ന് വിചാരിക്കുമ്പം സത്യം പറഞ്ഞാൽ ഇന്ന് ടച്ചിങ്ങിൻ്റെ പരിപാടിയില്ലേ, ടച്ചിങ്ങിൻ്റെ പരിപാടി കാരണം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണിയോ 5 മണിയോ എങ്ങാണ്ട് വരെ കറണ്ടില്ല. സംഭവം ഇന്നലെ എനിക്കിത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് നോക്കിയില്ല. എനിക്കതാണ് ഇപ്പോൾ പറ്റിയിരിക്കുക. അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ 6 മണിയായപ്പോൾ എണീറ്റു. 6 മണിയായപ്പോൾ തന്നെ എനിക്ക് തുണി ഇട്ടാൽ മതിയായിരുന്നു. വെച്ചാൽ വാഷിംഗ് മെഷീനിലേക്ക് അലക്കാനുള്ള തുണി ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ കറണ്ട് ഉണ്ടാവും, കറണ്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തുണി ഇട്ടില്ല, മോട്ടറും അടിച്ചിട്ടില്ല. ഇപ്പം ഞാൻ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോഴാണ് വൈകുന്നേരം 6 മണിയാകുമ്പോഴേ കറണ്ട് വരുള്ളൂ എന്ന് കണ്ടിരിക്കുന്നത്. സോ എന്ത് ചെയ്യും എന്ന് കരുതിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കിടക്കാൻ നേരത്തെ വെള്ളം അടിച്ചിട്ടിട്ടാണ് കിടന്നത്. പക്ഷേ നോക്കാം വൈകുന്നേരം വരെ കിട്ടുമോ ഇല്ലയോ. സോ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ. ഇപ്പം അടുക്കളയിലെ ജോലിയൊക്കെ തീർത്ത് ജിമ്മിൽ പോകണം. പോയില്ലെങ്കിൽ ഭയങ്കര മെനക്കേടാ. ജിമ്മിൽ പോയിട്ട് ഡബിൾ എക്സൽ എന്നുള്ള സംഭവം ഞാൻ ഇപ്പോൾ ലാർജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചേരുന്ന സമയത്തെ വെയിറ്റ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് എന്തായാലും പോയി നോക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. കാരണം രാവിലെ എണീക്കുമ്പോൾ ഉള്ളൊരു റൊട്ടീനായി മാറിയിട്ടുണ്ട് വെയിറ്റ് നോക്കൽ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? രാവിലെ എണീക്കുമ്പോൾ ഈ ഡയറ്റ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സംശയമാണ്, വെയിറ്റ് കൂടിയോ എന്ന്. അപ്പോൾ അത് കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ പോയിട്ട് വെയിറ്റ് നോക്കും. അത് നോക്കിയിട്ടേ ബാക്കി പരിപാടികളെല്ലാം ഉള്ളൂ. വെറും വെയിറ്റിൽ നോക്കുമ്പോൾ നമ്മുടെ ആക്ച്വൽ വെയിറ്റ് അറിയാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ട് എപ്പോഴും നോക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് പോയി നോക്കാം. അല്ലെങ്കിൽ വെയിറ്റ് നോക്കിയിട്ട് വരാൻ വന്നോളൂ. വെയിറ്റ് നോക്കാൻ പാത്തു ഇവിടെ റൂമിൽ കിടപ്പുണ്ട്. അവിടെയാണ് വെയിറ്റിംഗ് മെഷീൻ. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. പാത്തുവിന് പഠിത്തമില്ലാത്ത കാരണം പാത്തു വന്നിട്ട് നല്ല ഉറക്കമാണ്. കാണിച്ചു തരാം. കണ്ടോ എൻ്റെ സുന്ദരി കുട്ടപ്പി ഉറങ്ങുന്നത്? എന്ത് ശാന്തമുഖമായിട്ടുള്ള ഉറക്കം. അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ആൾ ഭയങ്കര പാവം. എണീറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടങ്ങും അങ്ങോട്ട്. പിന്നെ മതിലേക്ക് കയറണ്, പിന്നെ ജനലേക്ക് കയറണ്. ഭയങ്കര പാടാണ്. അപ്പോൾ വെയിറ്റ് നോക്കാം. കണ്ടു 64.45. ഈ 64.45 എന്ന് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ജിമ്മിൽ ചേരാൻ നേരത്തെ എൻ്റെ ആക്ച്വൽ വെയിറ്റ് വന്നിട്ട് 68 കിലോ ആയിരുന്നു. 68 അല്ല 70 കിലോ ആയിരുന്നു. ഞാൻ ഈ ഫോണൊന്ന് വെച്ചോട്ടെ, ഇവിടെ സ്റ്റാൻഡിലിടൂ. 68 കിലോ ആയിരുന്നു എൻ്റെ ആക്ച്വൽ വെയിറ്റ്. 70 കിലോ. 70 കിലോയിലേക്ക് ടച്ച് ചെയ്തില്ല എന്ന് പറയാം. 68.8 ആയിരുന്നു. 69.8 ആയിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു 1.5 കിലോ ഒക്കെ ഒന്ന് കുറച്ചു. ഏകദേശം ഒന്ന് ബോഡി മെയിൻറ്റെയിൻ ആക്കി കഴിഞ്ഞാണ് ഞാൻ ജിമ്മിൽ പോണത്. ജിമ്മിൽ പോയിട്ട് 1 മാസം കട്ട പണിയായിരുന്നു. കട്ട പണിയെന്ന് വെച്ചാൽ ഭയങ്കര പണിയായിരുന്നു. പക്ഷേ വെയിറ്റ് കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ
ഇഞ്ച് ലോസ് സംഭവിക്കുന്നുണ്ട്. ഇത് എനിക്കറിയാവുന്നില്ല കേട്ടോ, അവിടെ ചേച്ചി പറഞ്ഞതാണ്. ഇഞ്ച് ലോസ് സംഭവിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് അറിയുന്നില്ല. വാട്ടർ ലോസും എല്ലാം സംഭവിക്കുന്നുണ്ട്, അറിയുന്നില്ല. ഇഞ്ച് ലോസ് സംഭവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു മാസം ചേച്ചി എന്നെ കൊണ്ട് നല്ല രീതിക്ക് ജോലി ചെയ്യിപ്പിച്ചാൽ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇത് 68.6 അങ്ങനെയൊക്കെ വന്നു. പിന്നെ ഒരാഴ്ച ഈ 68.6 തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുറയാൻ തുടങ്ങി. പിന്നെ കണ്ടിന്യൂസ് നമ്മൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആക്കിയായിരുന്നു. ഡയറ്റ് സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞ് വർക്കൗട്ടും അതേപോലെ തന്നെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി നല്ലപോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് 67 പിന്നെ 66 പിന്നെ 65 ആൻഡ് ഇപ്പോൾ എനിക്കിപ്പോൾ 2.5 മാസമായി ഞാൻ ചേർന്നിട്ട്. ഇപ്പോൾ 64. ആ ചേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് 2 മാസം കൊണ്ട് ഒരു 5 കിലോ അല്ല 70 ഇട്ട് കൂട്ടുകയാണെങ്കിൽ ഒരു 5-6 കിലോ എനിക്ക് കുറഞ്ഞു. ഇപ്പോൾ ജിമ്മിൽ ചേർന്നിട്ടാണെങ്കിൽ ഇപ്പോൾ 2.5 മാസമായപ്പോഴത്തേക്കിനും ഒരു 4-5 കിലോളം കുറഞ്ഞു. ഇപ്പോൾ 64.45 റണ്ണിങ്ങാണ്. അത് ആക്ച്വലി ഞാൻ പറയാം, ഇന്നലെ ക്രിസ്മസിന് ഡ്രസ്സിൻ്റെ എടുക്കാൻ വേണ്ടി പോയപ്പം XL ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. XL അത് പിന്നെ XL അല്ല, XXL ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. XXL പിന്നെ XXLിലേക്ക് കടന്നായിരുന്നു. അവിടുന്ന് ലാർജിലേക്ക് വന്ന ദൂരം എനിക്ക് തന്നെ സമാധാനം തോന്നുന്നു. ഇനി ഇത് ഞാൻ തിന്നു കൂട്ടാതിരുന്ന കൊള്ളാം. അപ്പോൾ അടുക്കളയിലെ പണി ഏകദേശം തീർന്നു. ഏകദേശം എന്ന് വെച്ചാൽ ജിമ്മിൽ പോയിട്ട് വരുന്ന വീണ്ടും പണിയുണ്ട്, പക്ഷേ ഇപ്പം ഏകദേശം തീർത്തു. ഇനി നമുക്ക് വീട്ടിൽ ഒന്ന് തൂത്തുവാരിയും കൂടെ ഇട്ടിട്ട് ജിമ്മിൽ പോവാം. ഓക്കെ, പോയിട്ട് വരാം. ടാറ്റാ. അങ്ങനെ പാത്തുവിൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പാത്തു എണീച്ച് വന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും. പിന്നെ മിഠായിയൊക്കെ മേടിച്ച് തരാം, അങ്ങനെ ഇരിക്കുക, വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. രാവിലെ എണീച്ചും കൂടെ വരുമല്ലോ, അപ്പോൾ ഞാനും കൂടെ വീട്ടിലില്ലാന്ന് കാണുമ്പോഴത്തേക്കിനും ആക്കെ ഇളകും. അത് കാരണം മിഠായിയൊക്കെ കൊടുത്ത് വരാം അല്ലെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സോപ്പിടിച്ചു. പിന്നെ നമ്മുടെ ജിമ്മിലേക്ക് പോകുന്ന വഴി ഏറ്റവും കൂടുതൽ എന്നെ റിഫ്രഷ് ആക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ സമയം 8:45 പക്ഷേ എന്നാലും അവിടെ മഞ്ഞിപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ രാത്രിത്തെ കാര്യവും രാവിലത്തെ കാര്യവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇക്കാക പറയണേക്കെ നല്ല മഞ്ഞായിരിക്കുമെന്ന്. ഒരുപാട് മലയും കുന്നും ഒക്കെ അതിൻ്റെ സൈഡിലായിട്ടുണ്ട് കേട്ടോ. അത് കാരണം നല്ല കോട ഇങ്ങനെ ഇറങ്ങും. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ്. രാവിലെ 5 മണിക്ക് കാക്കയൊക്കെ പോകുമ്പോൾ നല്ല കിടുകിടാ തണുപ്പാണ്. അപ്പോൾ നമ്മൾ 9 മണിയായപ്പോഴത്തേക്കിനും നമ്മൾ ജിമ്മിലേക്ക് എത്തി. ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ പ്രോസസ്സാണ് ഒപ്പിടുക. ചില സമയത്ത് തന്നെ ഒപ്പിടാൻ മറന്നു കൂട്ടോ. പിന്നെ ചേച്ചി എന്നെ അവിടെ ഇരുത്തി ഒപ്പിടിക്കും. അങ്ങനെ വന്നു. ഇതാണ് ജിമ്മിൽ വരുമ്പോൾ ഉള്ള ഔട്ട്ഫിറ്റ്. താഴെ ഒരു പലാസോ ഉണ്ടാവും, കുറച്ച് ഫ്ലെയർഡ് ആയിട്ടുള്ളത്. അതിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ ജിമ്മിൻ്റെ സാധനങ്ങളും, അതായത് പാൻറ്റും ബനിയനും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് കാരണം എനിക്ക് കുഴപ്പമില്ല, വരുമ്പോൾ പെട്ടെന്ന് തന്നെ മാറാൻ പറ്റും. പിന്നെ ബാഗിൻ്റെ അകത്ത് ഞാൻ ചാർജർ എടുത്ത് വെച്ചു, നമുക്ക് കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ചാർജർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷൂവ്, പിന്നെ ബോട്ടിലുണ്ടാകും, പിന്നെ ഹാൻഡ് ഗ്ലൗസ് ഉണ്ടാകും, പിന്നെ ഒരു ടവലും ഉണ്ടാവും കേട്ടോ. ഹാൻഡ് ഗ്ലൗസ് വേണം, ഹാൻഡ് ഗ്ലൗസ് ഇല്ലെങ്കിൽ ശരിയാവില്ല. കൈ മൊത്തം ഇങ്ങനെ തഴമ്പിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ ഓൾ സെറ്റ് ഫോർ ദ വർക്കൗട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ പറയുന്ന ഷൂ കെട്ടാൻ തന്നെ ഒരു 15 മിനിറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പോൾ നമ്മുടെ ജിമ്മൊക്കെ കഴിഞ്ഞു. ജിമ്മ് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇക്കാക്ക ഇല്ല. ഇന്ന് ഇക്കാക്ക ജിമ്മിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാൽ പോസ്റ്റാവും. അപ്പം ഫ്രണ്ട് കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാക്കി തന്നു. നമ്മുടെ വഴി കണ്ടോ, ഈ വഴി കൂടി ഇനി നടന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുത്തനെയുള്ള വഴി ആയത് കാരണം ചുമ്മാ ഒരു എക്സസൈസ് കൂട്ടെ. വഴി കാണിച്ചു തരാമേ. മേളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ താഴെ വരെ എത്തി. ഇതവിടെ ഒരു വെള്ള പെയിൻ്റ് അടിച്ച വീട് കണ്ടോ? ഇതാണ് നമ്മുടെ വീട്. ഇത് നമ്മൾ ഇന്നലെ വെച്ച ചേമ്പ് താള് ഇവിടെയാണ്. അവിടുന്ന് ഇവിടം വരെ വന്ന നമ്മൾ നടക്കുന്നു.
മീൻ മേടിച്ചു, കിളിമീൻ. അപ്പൊ പാത്തൂന് കിളിമീൻ കൂട്ടി ചോറ് വേണ്ടേ? ഇത് കിളിമീൻ. ഇത് കട്ട് ചെയ്യാതെ പിന്നെ തലയും പാലും കളയാണ്ട് പിന്നെ മീൻ കഴിക്കാൻ പറ്റുമോ? കണ്ടോ? അയ്യോ ഇന്നലെ സൈഡിൽ കൊണ്ട് വെച്ചതല്ലേ. അയ്യോ കണ്ടോ? ഇതാണ് കിളിമീൻ. ഇത് കട്ട് ചെയ്യാണ്ട് ഫുള്ള് വറുത്ത് തരാനല്ലേ പറഞ്ഞേ? കട്ട് ചെയ്യാണ്ട് ഫുള്ള് വറക്കാന. എല്ലാവർക്കും ഉണ്ടോ? വറുത്ത് തിന്നണം അല്ലേ? അപ്പൊ കറി വെക്കണമെങ്കിൽ നീ കുറച്ച് നേരം അടങ്ങിയിരിക്കണം. അതൊക്കെ ഇന്നലെ പൊളിച്ചു കളഞ്ഞു. അവനെ കൊണ്ടുവന്ന് 2ാമത്തെ ദിവസം മൊത്തം നശിക്കും. നിങ്ങളെ എവിടെ ഡോക്ടറും കുട്ടിയും കളിക്കേ? അപ്പൊ ജ്യൂസ് എടുത്ത് തരാം ഞാൻ. ഇത് നമുക്ക് നമ്മുടെ ആ ഓറഞ്ച് ഇല്ലായിരുന്നാ? ആ ഓറഞ്ചിന്റെ ഈ ഓറഞ്ചും കൊണ്ട് നമുക്ക് ലൈം അടിച്ചോട്ടോ. ഒറ്റ ഒരെണ്ണേ ഉള്ളു, ഭയങ്കര പുളിയാ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ചുമ്മാ ഒരു ലൈം പോലെ ആക്കി കൊടുത്തോട്ടോ. ഞാൻ എന്തായാലും ഇത് പൊളിച്ച് നോക്കിയതാട്ടോ. ഇതിന്റെ തൊലിയൊക്കെ ചുമ്മാ കഴിക്കാം. തൊലിയൊന്നും കഴിപ്പേ ഇല്ല. ഇതിന്റെ തൊലിക്കൊന്നും കഴിപ്പില്ല. നല്ല മധുരമുണ്ട്. ജസ്റ്റ് ഇതിനകത്തോട്ട് ഇടുക. പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, അടിച്ചിട്ട് ഷുഗർ ഫ്രീ ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. പരിശോധിച്ചാ എത്ര ഉണ്ട് ഉമ്മാക്ക് പനി? എത്ര ഉണ്ട്? 100 ഡിഗ്രി. അപ്പൊ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണ്ടേ? പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണോ? ആണോ? ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മാള്. ശ്വാസം മുട്ടെന്നാണോ ശ്വാസം വിടാൻ പറയാ? ശ്വാസം മുട്ട ശ്വാസം വിടാൻ പറയൂ. കൈ പൊക്കുമ്പോ ഡോക്ടറെ കണ്ണ് പലയിടത്തും പോകുന്നുണ്ട്. ഡോക്ടർ ആളത്ര ശരിയല്ല. കൈ അടിച്ചു എന്തുകൊണ്ടല്ലേ അവരില്ലാത്ത ഒരു തുണ ഉണ്ടോന്ന് വെക്കുവല്ലേ കയ്യല്ലേ? ആശുപത്രി ചെല്ലുമ്പോ അത് ഇതിനകത്ത് ഷുഗർ നോക്കുന്നത്. എത്രയാണ്? 1 ലക്ഷത്തിയോ? 1 ലക്ഷത്തി മേടിക്കുന്നവരുണ്ട്. 1 ലക്ഷം 2 ലക്ഷം എന്നാലും മേടിക്കുന്നവരുണ്ട്. ഓരോ ഓറഞ്ച് കിട്ടും. നല്ല പുളിയുണ്ട്. ഞാൻ ഒന്ന് പുളിയാണെങ്കിൽ നല്ലതാ. എത്രയുള്ള വെള്ളം? എനിക്ക് വേണ്ട. അല്ല അതല്ലേ വെള്ളം എത്രയുള്ളോ? ഞാൻ അത്ര പുളിയുടെ ഇത് നോക്കിയിട്ട് എടുത്തത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയൊന്നും ഇല്ലമ്മ. ഇത് നമ്മുടെ നാരങ്ങ ഇല്ലേ, നാരങ്ങക്ക് ഓറഞ്ചിന്റെ ടേസ്റ്റ് തന്നെ അങ്ങനെ ഇരിക്കും. സെയിം കയ്പൊന്നും ഇല്ലല്ലോ. മധുരം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഉമ്മ കുടിച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കിളിമീൻ കറിയുടെ പൊടികളെല്ലാം ഒന്ന് പൊടികളല്ല സവാളയൊക്കെ ഇട്ടു എല്ലാം ഒന്ന് ചൂടാക്കാൻ വെച്ചേക്കാം കേട്ടോ. എല്ലാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ കറി റെഡിയാവും. ഉമ്മായും മോളും ഇവിടുന്ന് എണീച്ച് പോയിട്ടോ. ഉമ്മ വെളിയിലോട്ട് പോയതാ, മോൾ അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. ഉമ്മയാണ് അവളുടെ കളിക്കൂട്ടുകാരി. ഞാനുമായിട്ട് അത്രയും
കളിയില്ല. ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ ഉമ്മയായിട്ടാണ്. അപ്പോൾ ഉമ്മ ഇപ്പോൾ വെളിയിലോട്ട് പോയപ്പോഴത്തേക്കിനും പോയേക്കാം, അതേ വരുന്നുണ്ട്. ഇപ്പോൾ ഫോൺ എടുത്തേക്ക്. ഇത്രയും നേരം അവർ ഡോക്ടറും അമ്മയും കുട്ടിയൊക്കെ കളിക്കുമായിരുന്നു. നമ്മുടെ അയ്യോ പൊടി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് മസാല ഒന്ന് ഇങ്ങനെ വെള്ളത്തിൽ വേവിക്കും, പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് മീനൊക്കെ ഇട്ട് ഭയങ്കര സെറ്റാവും. അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറില്ല. ഏകദേശം 1:45 ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കിളിമീൻ കുറച്ച് ഫ്രൈ ചെയ്യാനും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് കറി ഏകദേശം കുറുകി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. മാങ്ങ ഇട്ടേക്കണ കാരണം കുറച്ച് ഒരു ചെറിയൊരു കുറുക്കമുണ്ട് കറിക്ക്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഉമ്മച്ചിക്ക് ഞാൻ ഒരു ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം 628 രൂപയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കിടിലൻ ഒരു ചുരിദാറായിരുന്നു കേട്ടോ. അടിപൊളി, നല്ല രസം. ഉമ്മച്ചിക്ക് കുറച്ച് പ്ലസ് സൈസ് ആയിട്ടുള്ള ആളാണ്, അപ്പോൾ അത് കാരണം കുറച്ച് വലുതാണ് കേട്ടോ എടുത്തത്. ഇതായിരുന്നു സംഭവം. ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഒറിജിനൽ കോട്ടൺ, നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല ആ കയ്യിലൊക്കെ ഒരു ലേസ് വന്നിട്ടുണ്ട്, പിന്നെ ബോട്ടത്തിൻ്റെ താഴെയും ഇതേപോലെ ലേസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഷാളിന് ഒത്തിരി വലുപ്പമില്ല, പക്ഷെ നമുക്ക് ഒരാൾക്ക് ഇടാൻ തക്ക നീളത്തിലുള്ള ഷാൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി വലിപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി വലിപ്പമില്ല, പക്ഷേ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അതായത് ഒരു ഉമ്മക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു, ഒത്തിരി വലിപ്പം കുറച്ചും കൂടെ വലിപ്പം വേണമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരാൾക്കാണെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ചിലപ്പം ഷെയർ ചെയ്യില്ല, ചിലപ്പോൾ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് റേഷൻ കടയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് റേഷൻ കടയിൽ പോയി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.